ഞങ്ങള് പടം കണ്ടു കേട്ടോ. ഒരു ഒരു രക്ഷയില്ല. കോമഡി എന്ന് പറഞ്ഞാണ്ടല്ലോ ഫസ്റ്റ് ഹാഫ് വരെ നമ്മളങ്ങ് നിർത്താതെ ചിരിച്ചങ്ങ് അതുപോലത്തെ സംഭവങ്ങളാണ് അല്ല, ഫുൾ ഫണ്ണാണ്. ചിരി ഒരു രക്ഷയില്ല. വിനീത് ശ്രീനിവാസൻ ഒരു രക്ഷയില്ല, അടിപൊളി. മിസ്റ്റർ ബ്ലൂവിന് എന്താണെന്നറിയില്ല, എനിക്ക് ഫസ്റ്റ് ഹാഫ് ആണ് ഒരു ഒത്തിരി കോമഡി ആയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിൽ കോമഡി ഇല്ലെന്നല്ല, എന്നാലും അത്യാവശ്യം നല്ലപോലെ കോമഡിയുണ്ട്. ഫുള്ളായിട്ട് ചിരിച്ചു. അതായത് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ചിരിച്ച ഒരു പടം ഇരുന്നത്. അതായത് നമ്മളൊരു 150 രൂപ എടുത്ത് പടം കണ്ടാണ് ചിരിച്ച് വെറുത്തിട്ടാണ് കേട്ടോ. നമ്മള് എന്താണേലും കൊടുക്കുന്ന പൈസക്കുള്ള ഒരു കഥയും കാര്യങ്ങളും എല്ലാവരുടെ അഭിനയം, വിനീത് ശ്രീനിവാസനാണേലും ബാക്കിയുള്ള ആക്ടേഴ്സ് ആണേലും എനിക്ക് ഒത്തിരി പേരൊന്നും അറിയത്തില്ല. അതായത് വന്നവന് നിന്നവന് പോയതിനുമില്ല, ഒരു രക്ഷയില്ല. അത് തന്നെ. കുറെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് ഉണ്ടോ ജാതിയായിരിക്കും ഒരു കോമഡി പടത്തിൽ ഇത്ര ട്വിസ്റ്റ് ആണ്. ഇഷ്ടം പോലെ കോമഡിയാണ്. നായികന്മാരെന്ന് പറഞ്ഞാൽ എവിടുന്നൊക്കെ ആരൊക്കെ വരുന്നില്ല, ഇഷ്ടം പോലെ നായികന്മാരുണ്ട്. പടം എല്ലാരും പറ്റുമെങ്കിൽ എല്ലാരും പോയി കാണണം. എല്ലാരും പോയി പറ്റുമെങ്കിലല്ല എല്ലാരും പോയി കാണുക. 2 മണിക്കൂർ ഇരിക്കാം. പ്രത്യേകിച്ച് 90s കിഡിന് വേണ്ടിയുള്ള, കല്യാണം കഴിക്കാത്തവർക്ക് വേണ്ടിയുള്ള പടം. പോലുള്ള അമ്മാവന്മാർക്കുള്ള. അതെ, അപ്പൊ നീയും അതെ, ഞങ്ങളെ പോലെ, ഞങ്ങൾ 90s കിഡാണ്. ഞങ്ങളെ പോലെ ഉള്ളവർക്കുള്ള പടമാണ്. 90s കിഡിന് വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പടമാണ്, പ്രത്യേകിച്ച് പെണ്ണ് കിട്ടാത്തവർക്ക്. 2 മണിക്കൂർ പോയി ചിരിച്ചറുമതിച്ചു തരാം. ഞാൻ എങ്ങനെയായിരുന്നു അല്ലെന്ന് പറഞ്ഞു ശ്രമിക്കുക. ഓക്കെ, എല്ലാരും പോയി കാണണം. എല്ലാരും പോയി കാണണം തന്നെ.